സഭ. അപ്പം കഴിഞ്ഞ വീഡിയോസിൽ എല്ലാവരും ക്യൂബക്ക് എവിടാന്നോ മോൺട്രിയൽ എവിടാന്നോ എന്നൊക്കെ ഒരു കുഞ്ഞു വീഡിയോ കണ്ടില്ലേ. ഇന്ന് ക്യൂബക്കിലോട്ട് വരുവാണെങ്കിൽ, മോൺട്രിയലോട്ട് വരുവാണെങ്കിൽ കറൻ്റ്ലി നമ്മൾ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ കാണാം. കുറച്ച് ഇൻഫോർമേറ്റീവാണ്. അപ്പം ഇപ്പം ആരെങ്കിലും വരാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വരാൻ ഉണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം. സോ നമുക്ക് വീഡിയോക്കകത്ത് പോയാലോ. ആദ്യം ഇവിടെ റീച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് സിൻ നമ്പർ എടുക്കുക എന്നുള്ളത്. SIN. സോ ഇവിടെ മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട ഒരു നമ്പറാണ് സിൻ നമ്പർ. ആൻഡ് സിൻ നമ്പർ നമ്മൾ ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല. ആൻഡ് ഈ സിൻ നമ്പർ നമ്മൾ ജോബ് നമുക്ക് കിട്ടിയ ഓഫർ ലെറ്റർ റിലീസ് ചെയ്യുമ്പം അതിൽ അവർ നമ്പർ മാത്രം ചോദിക്കുക. നമുക്ക് ആർക്കും ആ ഒരു ഷീറ്റായിട്ട് നമുക്ക് തരും, ഒരു പേപ്പർ തരും. അത് ആരുടെ അടുത്തും കൊടുക്കുകയോ കാണിക്കുകയോ ചെയ്യരുത്. ലൈക്ക് ആ നമ്പർ മാത്രം. അതായത് ജോബ് ഓഫർ ലെറ്റർ റിലീസ് ആകുമ്പോൾ നമുക്ക് നെസസറി ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കും. അപ്പം മാത്രം ഈ നമ്പർ ചോദിക്കുക. അപ്പം അങ്ങനെ നമുക്ക് നമ്പർ ഷെയർ ചെയ്യാം. അല്ലാതെ വേറെ ഒരു സ്ഥലത്തും സിൻ നമ്പർ യൂസ് ചെയ്യരുത്, ആർക്കും കൊടുക്കരുത്. പിന്നെ ഈ സിൻ നമ്പർ എടുക്കാൻ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്? നമുക്ക് പാസ്പോർട്ടും വർക്ക് പെർമിറ്റും മാത്രം മതി സിൻ നമ്പർ എടുക്കാനായിട്ട്. ഫോൺ നമ്പർ, അഡ്രസ്സ് ഒന്നും ആവശ്യമില്ല. സോ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ മോൺട്രിയലിലും ബാക്കി കാനഡയിലുള്ള പ്ലേസസിനെ പോലെ തന്നെ ഇവിടെ അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. എന്തൊരു കാര്യം വിസിറ്റ് ചെയ്യാനും ഓർ എന്തുണ്ടെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുക്കുക, കൺഫർമേഷൻ മേടിക്കുക, പോവുക. അപ്പോൾ ഈ സിൻ നമ്പർ നമ്മൾ എടുക്കുന്നത് സർവീസ് കാനഡ സെൻറ്ററിലാണ്. അവിടെ നമുക്ക് വെറുതെ പോകാൻ പറ്റത്തില്ല, അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പം സർവീസ് കാനഡ സെൻറ്റർ സൈറ്റിൽ പോയിട്ട് സിൻ നമ്പറിനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കുക. അവർ പറയുന്ന ഡേറ്റിൽ നമ്മുടെ വർക്ക് പെർമിറ്റും പാസ്പോർട്ടും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുക. നമുക്ക് അപ്പം തന്നെ നമ്പറൊക്കെ കിട്ടി എല്ലാം സെറ്റായി വരും. സോ അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മിഫിക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഗാർഡറി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഗാർഡറി എന്ന് പറയുമ്പം ടിൽ 6 years ആണ്. ചിലയിടത്ത് ചില ഇതിൽ ടിൽ 5 years ആണ്. സോ മാക്സിമം നോക്കിയാൽ 6 years വരെ ഒരു ഗാർഡറിയിലാണ്. അപ്പോൾ ഇവരുടെ ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമിംഗ് ആണ്. മോർണിംഗ് 7 to evening 6. സോ ഇവരെ അതിന് വിട്ട് കഴിഞ്ഞാൽ ഒരു 6 years വരെ, ഒരു 5 years വരെ ഇങ്ങനെ തന്നെയാണ് ഇവരുടെ ഇത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കളിക്കുക, സം എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുക, അങ്ങനെയൊക്കെ. കൂടുതലും കളിക്കുക, വെറുതെ കളിക്കുക. പിന്നെ ഇങ്ങനെ പഠിത്തവും കാര്യങ്ങളൊന്നുമില്ല, കളിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം അതിന് അപ്ലൈ ചെയ്തിടുക. അപ്പോൾ ഈ രണ്ടിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പെർമനൻറ്റ് അഡ്രസ്സാണ്. അതായത് നമ്മൾ ഇവിടെ ഈ അഡ്രസ്സിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ കൂടുതൽ നമ്മൾ വരുമ്പം ടെമ്പററി അഡ്രസ്സായിരിക്കും. അപ്പം ഞങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് അതാണ്. ഞങ്ങൾ വന്നപ്പം ഒരു ടെമ്പററി അഡ്രസ്സിലാണ് താമസിച്ചിരുന്നത്. സോ അത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അഡ്രസ്സ് വെച്ചിട്ട് ഞങ്ങൾ മിഫിക്കും പിന്നെ ലാപ്ലേസ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ഗാർഡറി സീറ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഇട്ട് വെക്കുക. നമ്മളിങ്ങനെ ഒരു ചൈൽഡ് ഉണ്ട്, കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മളിങ്ങനെ ഒരു ചൈൽഡ് ഉണ്ട്, ഇതിന് നമ്മൾ ഗാർഡറി അന്വേഷിക്കുന്നുണ്ടെന്ന്. അപ്പം ഏത് ഗാർഡറിയിലാണോ അവൈലബിലിറ്റി ഉള്ളത് അപ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് മെയിൽ അയക്കും. ആ മെയിൽ വെച്ചിട്ട് നമുക്ക് എപ്പം വന്ന് വിസിറ്റ് ചെയ്യാമെന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആ പർട്ടിക്കുലർ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ എങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല. സോ എല്ലാ സബ്സിഡൈസ്ഡ് ഡേ കെയർസും അവിടെ ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ വന്ന ടെമ്പററി അഡ്രസ്സിൽ ഇതെല്ലാം കൊടുത്തു, മിഫിയിലും കൊടുത്ത് ഞാൻ ഫ്രഞ്ച് കോഴ്സിനും ഉള്ളത് അപ്ലൈ ചെയ്തു. പക്ഷേ അപ്പോൾ കിട്ടിയപ്പം സബ്സിഡൈസ്ഡ് കിട്ടിയപ്പം എല്ലാം നമ്മുടെ ടെമ്പററി അഡ്രസ്സിൻ്റെ അടുത്താണ് കിട്ടിയത്. അത് കുറച്ച് ലേറ്ററാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞത് November 1 ഞങ്ങളിവിടെ റീച്ചായി. സോ ആ ഫസ്റ്റ് വീക്ക് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ മിഫി ത്രൂ ആണ് നമ്മൾ ഫ്രഞ്ച് കോഴ്സസ് ചെയ്യുന്നത്. ഞാനും മിഫി ത്രൂ ആണ് ഫ്രഞ്ച് കോഴ്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മിഫിയുടെ ഫ്രാഞ്ചൈസേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യൂബക് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പം അവർക്ക് ഇവിടെ ആൾക്കാർ വരുന്നവർ ഫ്രഞ്ച് പഠിക്കണമെന്നും ഫ്രഞ്ചിനെ പ്രൊമോട്ട് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അപ്പം
നമ്മൾ ആദ്യമൊക്കെ പാർട്ട് ടൈമും ഫുൾ ടൈം രണ്ടും പെയ്ഡായിരുന്നു. ഇങ്ങോട്ട് നമുക്ക് പേ ചെയ്യും ഗവൺമെൻറ്, ഇത്ര ഒരു ബേസിക് പേ ആയിട്ട് നമുക്ക് പേ ചെയ്യും. ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യണ്ട, കുറച്ച് പേ ചെയ്യും. അപ്പം ഇപ്പം ഗവൺമെൻറ് പാർട്ട് ടൈമിന് അത് സ്റ്റോപ്പ് ചെയ്തു. ഫുൾ ടൈംകാർക്ക് മാത്രമേ പെയ്ഡുള്ളൂ. ഞാൻ ചെയ്യുന്ന ഫുൾ ടൈമാണ്. ഫുൾ ടൈം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ഉണ്ട്. ലൈക്ക് ഓരോ സെൻറ്റേഴ്സിലും ടൈമിങ് ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. ചിലയിടത്ത് 9 to 8, 9:45 to 4:30. എനിക്ക് 9:45 to 4:30 ആണ്. ഇപ്പോൾ എൻ്റെ സെൻറ്ററിൽ തന്നെ 2 ഷിഫ്റ്റുള്ള ആൾക്കാരുണ്ട്. 8 o'clock വന്ന് 3:30, 8 to 3:30 ഉള്ളവരുണ്ട്. അങ്ങനെ ഒരു സെൻറ്ററിൽ ടൈം ഡിഫറൻസ് ഉണ്ട്. പക്ഷെ പാർട്ട് ടൈം ആണെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഒരു 2 days, 3 days അല്ലെങ്കിൽ 4 days ഒരാഴ്ചയിൽ ഇത്രയും. ഈവനിങ്സ് 3 hours ഉള്ളൂ, ലൈക്ക് 6 to 9 ഉള്ളൂ പാർട്ട് ടൈം ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പ്ലാൻ ഇല്ല ഫുൾ ടൈം ചെയ്യാനാണെങ്കിൽ ഫുൾ ടൈം ഫ്രഞ്ച് കോഴ്സ് തന്നെ പഠിക്കുക, അതായിരിക്കും ബെറ്റർ. അപ്പം ഫ്രഞ്ചാണ് ഇനിയൊരു മാൻഡേറ്ററി ആയിട്ട് ഉള്ള കാര്യം. പിന്നെ ഞാൻ നവംബർ 1st വീക്കിൽ മിഫിയിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞപ്പം എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ഫെബ്രുവരി 2nd വീക്കാണ് ഫ്രഞ്ച് ക്ലാസ്സിന് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും നമ്മൾ ഏത് അഡ്രസ്സാണോ കൊടുക്കുന്നത് അതിൽ നിന്ന് ഒരു 40 minutes ട്രാവലിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു സെൻറ്ററിലായിരിക്കും അവരിടുന്നത്. അതിൽ കൂടുതൽ ട്രാവലിംഗ് അവർ അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ തിരക്കിയപ്പം ഞാൻ എൻ്റെ സെൻറ്ററിൽ ചോദിച്ചപ്പോൾ അവർ അങ്ങനെയാണ് പറഞ്ഞത്. മാക്സിമം പോയാൽ 1 hour ട്രാവൽ ഓർ ലൈക്ക് 40 minutes ട്രാവലിൻ്റെ അകത്തുള്ള സെൻറ്റേഴ്സേ അവർ നമുക്ക് അലോട്ട് ചെയ്യുള്ളൂ. അഡ്മിഷൻസ് അവിടെ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് മെയിൽ ചെയ്യത്തുള്ളൂ അവർ. സോ നമുക്ക് അഡ്മിഷൻ ആയെങ്കിൽ മിഫി ത്രൂ നമുക്കൊരു ഇമെയിൽ വരും, ദാറ്റ് ഇങ്ങനെ അഡ്മിഷൻ ആയിട്ടുണ്ട്, ഇതാണ് സെൻറ്റർ, ഇന്ന ഡേറ്റ് മുതൽ തുടങ്ങും, ഇതാണ് ടൈമിംഗ്, ഇതാണ് ക്ലാസ്, എല്ലാ ഡീറ്റെയിൽസും ആ മെയിലിൽ കാണും. ആ ദിവസം നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. അല്ല ആരും അങ്ങനെ വിളിച്ച് സംസാരിക്കുകയോ നമ്മളെ കൺഫേം ചെയ്യുകയോ ഒന്നുമില്ല. സോ കണ്ടിന്യൂസ് ടു ഫസ്റ്റ് 3 days നമ്മൾ ആബ്സെൻ്റ് ആണെങ്കിൽ പിന്നെ അവർ നമ്മുടെ പേരെടുത്ത് കളയും. പിന്നെ നമുക്ക് ആ സെൻറ്ററിൽ പോകാൻ പറ്റത്തില്ല, ഫ്രഞ്ച് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ലാപ്ലേസ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ഗാർഡറീസിന് അഡ്മിഷൻ എടുക്കുന്നത്. ഇതാവും നമ്മുടെ സെയിം പിൻകോഡ് വെച്ചിട്ടാണ്. അപ്പം എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടെമ്പററി അഡ്രസ്സിൽ ഉള്ള പിൻകോഡ് കൊടുക്കും, പിന്നെ നമ്മൾ വേറൊരു അഡ്രസ്സിലേക്ക് മാറുമായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇവിടെ ആയിരിക്കും. ഞങ്ങൾക്കും വന്ന പ്രശ്നം അതാണ്. അപ്പോൾ ഞങ്ങൾ ടെമ്പററി അഡ്രസ്സ് കൊടുത്തിട്ടാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് നമുക്ക് കിട്ടുന്നത് നവംബർ 1st അപ്ലൈ ചെയ്തതാണ്. ഞങ്ങൾക്ക് ഡിസംബർ ക്രിസ്മസ് ഹോളിഡേയ്സ് ആവാറായപ്പോഴാണ് 23rd ആണ് ഞങ്ങൾക്ക് കൺഫേം ആയിട്ടൊരു സ്ഥലം കിട്ടിയത് ഡേ കെയറിന്. അപ്പോൾ എന്തായാലും എല്ലാത്തിനും ഇങ്ങനെ ഒരു ടൈം എടുക്കും, ഗാർഡറി കിട്ടാനും എല്ലാത്തിനും ഒരു ടൈം എടുക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഗാർഡറീസ് ഭയങ്കര ചീപ്പാണ്, പക്ഷേ കോസ്റ്റ്ലി ആയിട്ടും ഉണ്ട്. അപ്പോൾ ചീപ്പ് മാത്രമല്ല, ലൈക്ക് ഞങ്ങൾ അന്വേഷിക്കുമ്പം ഈ സബ്സിഡൈസ്ഡ് കിട്ടുന്നതിന് മുന്നേ ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ വിടണമായിരുന്നു, ഈവൻ പ്രൈവേറ്റ്സിൽ. അപ്പോൾ ആദ്യം ഞങ്ങളൊരു $45 പെർ ഡേയുടെ ഒരു പ്രൈവറ്റ് പ്ലേസിലാണ് വിട്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ അന്വേഷിക്കുമ്പം ഒരു പെർ ഡേ $95 വരെയുള്ള ഡേ കെയർസ് ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ 2 തരം ഡേ കെയർസ് ഉണ്ട്. ഒന്നിങ്ങനെ ഒരു സ്കൂൾ സെറ്റപ്പിൽ നടത്തുന്ന ഒരു ചെറിയ ബിൽഡിങ്ങിൽ, പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ക്ലാസ്സസ് ആയിട്ട് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിൽ നടത്തുന്നത്. പിന്നെ ഈ ഹോം ബേസ്ഡ് ഡേ കെയർസ്. അപ്പോൾ അവിടെ 9 കുട്ടികളെ കാണുള്ളൂ, 10 കുട്ടികൾ 9 കുട്ടികളെ കാണുള്ളൂ. അപ്പോൾ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിലായിരിക്കാം, ഓർ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കാം. അങ്ങനെ അവിടെ അവർ ഇത്ര കുട്ടികളെ വെക്കാൻ പാടുള്ളൂന്നുണ്ട്. ആൻഡ് ഫുഡൊക്കെ അവർ നോക്കും. അപ്പോൾ ഇങ്ങനെ ഡേ കെയർസ് ഉണ്ട്. പക്ഷേ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഹോം ബേസ്ഡ് ഡേ കെയർസിന് സെയിം റേറ്റാണ്, സബ്സിഡൈസ്ഡാണ്. അപ്പോൾ ഗവൺമെൻറ് അത് സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഗവൺമെൻറ് ഫണ്ടഡ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അങ്ങനെയും ചെയ്യാം. നമുക്ക് അതിനുള്ള ക്രൈറ്റീരിയാസ് നമ്മൾ ഫില്ല് ചെയ്താൽ മതി. സോ ഇങ്ങനെ 2 തരം ഡേ കെയർസ് ഉണ്ട്. നമ്മുടെ ഇഷ്ടമാണ്. എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഒരു സ്കൂൾ സെറ്റപ്പാണ് ഇഷ്ടമായത്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞല്ലോ, ടെമ്പററി അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ ഇതെല്ലാം അപ്ലൈ ചെയ്തു. അപ്പം വേറെ ഒരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ, ആ നവംബർ കഴിഞ്ഞിട്ട് നവംബറിനകം ഞങ്ങളൊരു വീട് കണ്ടുപിടിച്ച് ഡിസംബറിലേക്ക് ഞങ്ങൾ വേറൊരു വീട്ടിൽ പോയി.
അത് ഞങ്ങൾ വിചാരിച്ചു ആർക്കെങ്കിലും ഒരാൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് ഞങ്ങൾ വീട് എടുത്തു. പക്ഷേ അവിടെ ഞങ്ങൾ ഷിഫ്റ്റ് ആയതിന് ശേഷമാണ് എനിക്ക് മിഫിയുടെ സെൻറ്റേഴ്സും കിട്ടിയതും പിന്നെ കുഞ്ഞിൻ്റെ ഡേ കെയർ കിട്ടിയത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഡേ കെയർ കിട്ടിയ പഴയ വീടിൻ്റെ തൊട്ടടുത്തൊരു ഡേ കെയർ ആയിരുന്നു. അപ്പം എന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥയായി. ലൈക്ക് ഒരു 24 മിനിറ്റ്സ് ട്രെയിൻ ട്രാവൽ ഉണ്ട്, അത് കഴിഞ്ഞ് നടക്കാൻ ഒരു 10 മിനിറ്റ്. സോ എങ്ങനെയും ഒരു 35 മിനിറ്റ്സ് ട്രാവലിൽ എന്നും കൊണ്ടുവിടേണ്ട ഒരു അവസ്ഥയായി. അപ്പം എപ്പോഴും നമ്മളൊരു അഡ്രസ്സ് ഫിക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ലാപ്ലേസിലും മിഫിയിലൊക്കെ അപ്ലൈ ചെയ്തിടുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഫോൺ നമ്പർ വെച്ചിട്ടാണ് ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട്സ്. പിന്നീട് നമുക്ക് ഫോൺ നമ്പർ മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചടങ്ങാണ്. സോ ഈ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഫോൺ നമ്പർ, ഇവിടുത്തെ ലോക്കൽ നമ്പർ എടുക്കാം. ഇവിടെ പൊതുവെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് കാണും. അപ്പം ആ ഓഫേഴ്സ് നോക്കി നമുക്ക് എടുക്കാം. വിത്ത് വൈഫൈ കണക്ഷൻസ് കൂടെ കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ എന്താണോ നോക്കി, അപ്പം എന്താണോ എക്സിസ്റ്റിംഗ് ഓഫർ അത് നോക്കി നമുക്കൊരു സിം എടുക്കാം. സിം എടുത്തിട്ട് ഇവിടെ നമ്പർ ആക്ടിവേറ്റ് ആയതിന് ശേഷം നമുക്ക് ആദ്യം പോകേണ്ട ബാങ്കിലാണ്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ചില ബാങ്ക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഗിഫ്റ്റ് കാർഡായിട്ട് കിട്ടുന്ന ബാങ്ക്സ് ഉണ്ട്. അപ്പം അതുപോലെ ഏത് ബാങ്കാണോ നമുക്കിഷ്ടമുള്ള ബാങ്ക് ചൂസ് ചെയ്തിട്ട് അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പം തന്നെ മൊബൈൽ നമ്പർ വെച്ചിട്ടായിരിക്കും നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നത്. ഇൻട്രാക്ട് ട്രാൻസ്ഫേഴ്സൊക്കെ നമ്മൾ മൊബൈൽ നമ്പർ വെച്ച് കണക്റ്റഡ് ആണ്, അവിടുത്തെ പോലെ തന്നെ, നാട്ടിലെ പോലെ തന്നെ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് കാർഡ് എടുക്കുമ്പം തന്നെ അവിടെ തന്നെ അന്നേരെ പറഞ്ഞ് ക്രെഡിറ്റ് കാർഡ് കൂടെ എടുക്കുക. ബിക്കോസ് ഇവിടുത്തെ നമുക്കൊരു കാർ റെൻ്റൽ എടുക്കണമെങ്കിലോ ഓർ പാർക്കിങ്ങിനോ നമുക്ക് യൂസ് ചെയ്യേണ്ട ക്രെഡിറ്റ് കാർഡ്സ് ആണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്തില്ല. പിന്നെ ഞങ്ങളൊരു പുറത്ത് പോകാനായിട്ട് റെൻ്റൽ കാർ എടുക്കാൻ പോയപ്പോഴാണ് അവിടെ ക്രെഡിറ്റ് കാർഡേ ഉള്ളതെന്ന് പറഞ്ഞത്. ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പം ഞങ്ങൾക്കും ആ മിസ്റ്റേക്ക് പറ്റി. ലൈക്ക് ക്രെഡിറ്റ് കാർഡ് ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു, ആവശ്യമില്ല, ഡെബിറ്റ് കാർഡ് മതിയെന്ന്. അപ്പോൾ എപ്പോൾ അപ്ലൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഡെബിറ്റ് കാർഡ് മേടിക്കുന്നു, അപ്പം തന്നെ കൈയോടെ ക്രെഡിറ്റ് കാർഡ് കൂടെ മേടിക്കുക. അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്യേണ്ട കാര്യം റാംക്യൂ കാർഡാണ്. റാംക്യൂ എന്നാണ് ഇവിടുത്തെ ഹെൽത്ത് കാർഡെന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമുക്കൊക്കെ ടിൽ 18 ഇയേഴ്സ് ഇവിടെ ഫ്രീ ആണ് കുട്ടികൾക്ക് അല്ലെങ്കിലും. അതുകൊണ്ട് അവരുടെ കാര്യം പ്രശ്നമില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, പക്ഷേ കുഞ്ഞുങ്ങൾ നമ്മൾ കാണിക്കാൻ റാംക്യൂ കാർഡ് കാണിക്കാറുണ്ട്. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക്. ചില ക്ലിനിക്കുണ്ട് കുഞ്ഞുങ്ങൾക്ക് 18 ഇയേഴ്സ് വരെ ഫ്രീ ആണ്. അപ്പം റാംക്യൂ കാർഡ് അപ്ലൈ ചെയ്യുക. ബിക്കോസ് റാംക്യൂ കാർഡിൽ നമ്മൾ എവിടെയാണോ ഇനി സ്റ്റേ ചെയ്യാൻ പോകുന്നത് ആ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ബിക്കോസ് റാംക്യൂ കാർഡ് ഹാർഡ് കോപ്പി വരുന്നത് പോസ്റ്റലാണ്. അപ്പം നമ്മൾ അന്നേരം അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നമ്മൾ മിസ്സായി. ഇപ്പം ലൈക്ക് ഒരു 1 വീക്ക് സമയം എടുക്കും റാംക്യൂ കാർഡ് കയ്യിൽ കിട്ടാൻ. ആൻഡ് റാംക്യൂ കാർഡിൽ നമ്മുടെ അഡ്രസ്സ് പ്രിൻ്റായി വരും. ആൻഡ് റാംക്യൂ കാർഡ് അഡ്രസ് പ്രൂഫായിട്ട് കാണിക്കാറുണ്ട് ഇവിടെ ആൾക്കാർ. ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ആൻഡ് എല്ലാവരും വിചാരിക്കും നമുക്ക് നാട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കി വരണം. ഞങ്ങളും അങ്ങനെ വന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞങ്ങൾ അവിടെ പോയി ചോദിച്ചപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് തന്നെ 6 മന്ത്സ് ഓടിക്കാം. നമ്മൾ എന്തായാലും ലൈക്ക് റെൻ്റൽസ് ഒക്കെ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ 6 മന്ത്സ് അതുകൊണ്ട് ഓടിക്കാം. 6 മന്ത്സിനുള്ളിൽ നമ്മളിവിടെ ഇവരുടെ ഓൺലൈൻ ടെസ്റ്റ് എഴുതുക, റൂൾസിൻ്റെ ടെസ്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടെ ഉണ്ട്, പ്രാക്ടിക്കലിലൂടെ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലൈസൻസ്, അതും ഒരു 1 വീക്കിൽ പോസ്റ്റിലായിട്ട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. അപ്പോൾ നാട്ടിൽ നിന്ന് അതിനായിട്ട് മെനക്കെടേണ്ട ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ അതിൻ്റെ പുറകെ കുറേ നടന്ന് പിന്നെ ആ ലൈസൻസ് മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷേ അത് അവർ ചോദിച്ചേ ഇല്ല. നോട്ട് എ ക്രൈറ്റീരിയ. ഇവിടെ നമുക്ക് വണ്ടി ഓടിക്കാൻ അതൊരു ക്രൈറ്റീരിയ അല്ല. 6 മന്ത്സ് വരെ വി ആർ ഫ്രീ ടു ഡ്രൈവ് വിത്ത് അവർ ഇന്ത്യൻ ലൈസൻസ്. അപ്പം റാംക്യൂ കാർഡ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോടെ എടുക്കുക. ഇവിടെ എല്ലാ സ്ഥലത്തും ഒരു പ്രൂഫായിട്ട് ചോദിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ബിക്കോസ് ഡ്രൈവിംഗ് ലൈസൻസിലാണ് ID പ്രൂഫായിട്ടും കാണിക്കുന്നത്, അഡ്രസ് പ്രൂഫായിട്ടും കാണിക്കുക. ഈ 2 എണ്ണവും ഉള്ള ഒരു ഡോക്യുമെൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ പ്രിയോറിറ്റൈസ് ചെയ്ത് ആദ്യം ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങ് എടുക്കുക. അപ്പം വലിയ പ്രശ്നം ഉണ്ടാവില്ല.
പിന്നെ ഇവിടെ റെൻറ്റൽസ് നമ്മൾ വലിയ ഇതില്ല. നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ നമ്മുടെ ഒരു ഓഫർ ലെറ്റർ കാണിച്ചാൽ മതി. സ്ഥിര വരുമാനം ഉള്ളതായിട്ട് നമ്മൾ കാണിക്കുമ്പം റെൻറ്റേഴ്സ് എടുക്കുന്നതിന് വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ ക്രെഡിറ്റ് സ്കോർ നോക്കും. ക്രെഡിറ്റ് ബിക്കോസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാം പേ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര മാൻഡേറ്ററി. പക്ഷേങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് റെൻറ്റൽ പ്രോപ്പർട്ടി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഓഫർ ലെറ്റർ കാണിച്ചെടുക്കാം. നമുക്ക് വേറെ പ്രൂഫൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വർക്ക് പെർമിറ്റ്, പാസ്പോർട്ട് വെച്ചിട്ട് തരുന്നവരുണ്ട്. പിന്നെ നമ്മൾ സ്കാംഡ് ആവാതിരിക്കുക. ഇവിടെ ചില അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ചെന്ന് ചോദിക്കുമ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ്സ് ചിലപ്പം ഒരു കമ്പനി ആയിരിക്കും എടുത്ത് നടത്തുക. അപ്പം അവരുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം അവരായിരിക്കും ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കുന്നത്. അല്ലാതെ ഒരു ഡയറക്റ്റ് ഓണേഴ്സ് ആയിരിക്കത്തില്ല ചില സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ അവർ നമ്മൾക്ക് പറയും ഡെപ്പോസിറ്റ്സ് കൊടുക്കണമെന്ന്. ഇവിടെ ആക്ച്വലി ഡെപ്പോസിറ്റ്സ് ലീഗൽ അല്ല. ഇവിടെ ഒരിക്കലും നമ്മൾ ഡെപ്പോസിറ്റ്സ് കൊടുക്കണമെന്നില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയാം അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, ഇറ്റ്സ് നോട്ട് ലീഗൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട. നമ്മൾ ലീസ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി റെൻറ്റ് മാത്രം കൊടുത്താൽ മതി. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ലീസ് എഴുതി കഴിഞ്ഞാൽ ചിലവർ ലീസ് തീരുന്നവരെ നമ്മൾ നിൽക്കേണ്ട വരും. അങ്ങനെ ഒരു പ്രശ്നമാണ്. അത് ലിബറൽ അല്ല ഇവിടെ. പിന്നെ ചില ഓണേഴ്സ് ഓർ ചില കമ്പനീസ് പറയും നമ്മൾ തന്നെ ഒരു ടെനന്റിനെ കണ്ടുപിടിക്കുക. നമ്മുടെ ലീസിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ടെനന്റിനെ കണ്ടുപിടിക്കുക. അല്ലാതെ ലീസ് തീർന്നിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല. ആ ഒരു ഓണർ തന്നെ ടെനന്റിനെ കണ്ടുപിടിച്ചോളൂ. അത് നമ്മുടെ ബാധ്യതയല്ല. സോ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ വേറെ ലൊക്കേഷന് വന്നല്ലോ. ഈ ഒരു 35 മിനിറ്റ്സ് ട്രാവൽ, കുഞ്ഞിൻ്റെ ഡേ കെയർ 35 മിനിറ്റ്സ് ട്രാവലിലാണ് ഞങ്ങൾ വീടെടുത്തത്. പക്ഷേ ഇവിടെ എന്തുവാ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കുഞ്ഞിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, കുഞ്ഞിൻ്റെ ഡേ കെയർസ്. ഇവർ കുഞ്ഞ് പിള്ളേർ സ്നോയിൽ അങ്ങനെ പെട്ടെന്ന് നടക്കണമെന്നില്ല. അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇവിടെ ഹെവി വിൻ്റർ ആകുമ്പം നമുക്ക് സ്ട്രോളർ യൂസ് ചെയ്താൽ തന്നെ സ്ട്രോളർ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഈ മോർണിംഗ്സിൽ കൊണ്ടുപോകുമ്പോൾ ആക്ച്വലി സ്നോ ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല, സ്നോ റിമൂവൽ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ അവിടെ സ്റ്റേ ചെയ്തപ്പം ഞങ്ങളൊരു 7 o'clock അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 8 ആയിട്ടേ സ്നോ റിമൂവൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പാത്ത് വൈസ് ഫുള്ളി സ്നോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്നോ സമയത്ത് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കാനും പറ്റത്തില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഹെവി ജാക്കറ്റ്സൊക്കെ ഇട്ടിരിക്കും, ഇവരും ജാക്കറ്റ്സൊക്കെ ഇട്ടിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ പോലും പറ്റത്തില്ല. നമ്മുടെ ജാക്കറ്റ് എല്ലാം ഹെവി ആയിരിക്കും. അപ്പോൾ എപ്പോഴും കുഞ്ഞു പിള്ളേരാണെങ്കിൽ നമ്മളെപ്പോഴും അവരുടെ ഡേ കെയറിൻ്റെ അടുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവരെ പ്രയോറിറ്റൈസ് ചെയ്യുക. സോ അങ്ങനെ ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ പറ്റി. പിന്നെ ഞങ്ങൾ ഓണറിനോട് സംസാരിച്ചു. താങ്ക് ഗോഡ് ഹി വാസ് സോ കൈൻഡ്. ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പം പുള്ളി സമ്മതിച്ചു. ഓക്കെ. അല്ലാതെ അങ്ങനെ പൊതുവേ ഇപ്പോൾ നമ്മളൊരു കമ്പനിയുമായിട്ട് നമ്മൾ റിലീസ് ചെയ്തുമായിരുന്നെങ്കിൽ ഇത്ര ലിബറൽ ആവത്തില്ല. അപ്പോൾ എപ്പോഴും ഒരു ഓണറുമായിട്ട് നമ്മൾ ടച്ചിലേ കാണത്തില്ല. കമ്പനീസിൽ അതും അപ്പാർട്ട്മെൻ്റ് ആണ്, ബട്ട് ഹാൻഡിൽഡ് ബൈ ഓണറാണ്. അപ്പോൾ ഓണർ ഡയറക്റ്റ് ഡീലിംഗ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഡയറക്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുള്ളിയോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വിൻ്ററിൽ കുഞ്ഞുമായിട്ട് പോകുന്നത്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പം he accepted ആൻഡ് ആ ലീസ് ടെർമിനേറ്റും ചെയ്തു. നമ്മളോട് വേറെ ടെനന്റിനെ കണ്ടുപിടിക്കണം അങ്ങനെ ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിൻ്റെ ഡേ കെയർ ചെയ്യുന്ന ഒരു 12 minutes വാക്കിൽ ഞങ്ങൾ അപ്പത്തന്നെങ്കിൽ പുള്ളി ഓക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട് തപ്പി തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് വീട് കിട്ടി. അങ്ങനെ മൂവ് ചെയ്ത് പിന്നെയാണ് ഈ മിഫിയൊക്കെ ഫ്രഞ്ച് ക്ലാസ്സൊക്കെ തുടങ്ങി. സോ അങ്ങനെ നോക്കുമ്പം ഫ്രഞ്ച് ക്ലാസ്സൊക്കെ അവർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ പഴയ അഡ്രസ്സിൽ നിന്ന് ഒരു 20 minutesലാണ് എൻ്റെ സെൻറ്റർ. സോ അതുകൊണ്ട് ഇപ്പോഴും അടുത്തായി. പഴയ വീടും ഫസ്റ്റ് ഞങ്ങൾ ടെമ്പററി അക്കോമഡേഷനും അടുത്തായിരുന്നു. ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ അടുത്ത, ഡേ കെയർ ഇവിടെ അടുത്താണ്, മിഫി ഇവിടെ അടുത്താണ്. ഇപ്പം ഹസ്ബൻഡ് പാർട്ട് ടൈം ഫ്രഞ്ച് ക്ലാസ്സും ഇതിൻ്റെ അടുത്താണ്. ഫ്രഞ്ച് ക്ലാസ് കുറച്ചുകൂടെ ഫാറായിട്ടായിരിക്കും അവർ പൊതുവെ തരുന്നത്, ഒരു 45 minutes. അപ്പോൾ അത് മാത്രം ദൂരം. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും അലൈനായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അഡ്രസ്സ് പെർമനൻറ്റ് ഓക്കെ ഈ ഏരിയ ഓർ ഈ പിൻകോഡിലായിരിക്കും എന്നൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും.
കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, ഫ്രഞ്ച് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല, ഒന്നും പ്രശ്നം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതുപോലത്തെ കുറേ വിശേഷങ്ങളും ഇവിടുത്തെ ഡിഫറൻസസും അറിയാൻ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുപോലെ കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മെസ്സി ബുക്കു.